ഫസ്റ്റ് അക്കാഡമിയുടെ മറ്റു വീഡിയോ സെക്ഷനിൽ എല്ലാവർക്കും സ്വാഗതം. ഒരുപാട് സന്തോഷമുള്ള ദിവസമാണ് ഇന്ന്. കാരണം നമുക്ക് സയന്റിഫിക് ഓഫീസർ കെമിസ്ട്രി റിസൾട്ട് വന്നു, ഫിസിക്സ് വന്നു, ഡോക്യുമെന്റ്സ് വന്നു. ഇപ്പൊ ബയോളജിയുടെ കുറച്ച് പെൻഡിങ് ആയിരുന്നു റിസൾട്ട് വരാൻ വേണ്ടി. കുറച്ച് താമസം ഉണ്ടായിരുന്നു. കാര്യം എക്സാം എല്ലാം ഏകദേശം അടുപ്പിച്ച് നടക്കുകയും ബയോളജിയുടെ മാത്രം കുറച്ച് ലാഗായി. ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മുടെ ബയോളജി റാങ്ക് ലിസ്റ്റ് വന്നു. ഇതിൽ 5 പേര് ഫസ്റ്റ് ഒക്കെ പഠിച്ചവർ തന്നെയാണ്. ഒരുപാട് സന്തോഷമുണ്ട്. നമുക്കൊപ്പം ഇപ്പം പങ്കെടുക്കുന്നത് തൻവീർ ബാനുവാണ്. സയന്റിഫിക് ഓഫീസർ ഫോറൻസിക് ബയോളജിയിൽ 4ാം റാങ്ക് നേടി ഒരു വലിയ വിജയം നേടിയ തൻവീർ ബാനുവാണ്. നമുക്ക് ഈ ഇന്റർവ്യൂവില് തൻവീർ ബാനുവിന്റെ പഠന രീതികൾ, എങ്ങനെയൊക്കെയാണ് പഠിച്ചത്, ഈ 4ാം റാങ്ക് നേടിയപ്പോൾ സന്തോഷം, ഇതെല്ലാം നമുക്ക് ഇതിലൂടെ പങ്കിടാം. ഓക്കെ, തൻവീർ ബാനു, ഒരുപാട് സന്തോഷമുണ്ട് അല്ലേ? അതെ, സന്തോഷമുണ്ട്. 10 പേരാണ് മെയിൻ ലിസ്റ്റ് വന്നത്. ഓക്കെ, അത് എത്ര റാങ്ക് വരുന്നതാണ് പ്രതീക്ഷിച്ചത്? റാങ്ക് മേലെ ഉണ്ടാവും തന്നെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്റർവ്യൂ ഒക്കെ കൂടി ഉള്ളത് കൊണ്ട് അങ്ങനെ ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. എന്നാലും 4th റാങ്ക് കിട്ടിയപ്പോ സന്തോഷമായിരുന്നു. അപ്പൊ എന്തായാലും ഈ 10 പേര് മെയിൽസ് വന്ന ആദ്യം കൺഫ്യൂഷൻ ഉണ്ടായി കാണും അല്ലേ? നമ്മൾ നേരത്തെ കുറെ അധികം ആൾക്കാർ മെയിൽസ് ഉണ്ടായിരുന്നു. ഇപ്പൊ 10 പേര്. എനിക്ക് തോന്നുന്നു ഈ പേര് വന്നതിന്റെ ഗുണം ഇപ്പം കുറച്ച് വേക്കൻസിയുടെ കൂടുതൽ പറയുന്നുണ്ട്, എസ്പെഷ്യലി ബയോളജിക്ക്. കഴിഞ്ഞ ന്യൂസ് ഞാൻ കണ്ടത് ബയോളജിയിൽ വേക്കൻസിയുടെ കൂടാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ എനിക്ക് തോന്നുന്നു മെയിൻ ലിസ്റ്റ് മെയിൻ ലിസ്റ്റ് 10 പേരാണെങ്കിൽ അവർക്ക് മെജോറിറ്റി ആൾക്ക് ജോലി കിട്ടാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പം ലിസ്റ്റിൽ വന്നതുകൊണ്ട് തന്നെ നമുക്ക് ജോലി കിട്ടാനുള്ള സാധ്യത എന്നാണ് വളരെ കൂടുതലാണ്. അപ്പൊ എനിക്ക് ചോദിക്കാൻ ഒന്നാമത്തെ ചോദ്യം, ഇത് 4ാം റാങ്ക് കിട്ടിയെന്ന് വീട്ടിൽ ആരോടാണ് ആദ്യം പങ്കുവെച്ചത്? വീട്ടില് ഹസ്ബൻഡിനോട് തന്നെയാണ് ഫസ്റ്റ്. ഹസ്ബൻഡ് എന്താ പറഞ്ഞു? ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം അത്രയും സപ്പോർട്ട് ചെയ്തിരുന്നു. അതിനു വേണ്ടിയിട്ട് അത്രയും എഫേർട്ട് ആളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. അപ്പൊ ഫസ്റ്റ് പറഞ്ഞത് തന്നെ ഹസ്ബൻഡിനോട് തന്നെയാണ്. ഓക്കെ. എവിടെ തൻവീർ എവിടെയൊക്കെയാ PG ഒക്കെ പഠിച്ചത്? PG ഒക്കെ എവിടെ പഠിച്ചത്? ഞാൻ ഇരിഞ്ഞാലക്കുട ക്രൈസ്റ്റ് കോളേജിലാണ് ഡിഗ്രിയും PG യും പഠിച്ചിട്ടുള്ളത്. പിന്നെ അവിടെ തന്നെ പഠിച്ചല്ലേ? പിന്നീട് PSC കോച്ച് തന്നെ ആയിരുന്നു, അതല്ല വേറെ എന്താണ് PhD നോക്കിയായിരുന്നോ? ഇല്ല, PSC ഞാൻ ഫസ്റ്റ് ടൈം ആണ് ട്രൈ ചെയ്യുന്നത്. ഞാൻ അത് PG കഴിഞ്ഞിട്ട് ഒരു ഇത്രയും കാലം കുറച്ച് ഗ്യാപ്പ് ഉണ്ടായിരുന്നു, കുട്ടികളൊക്കെ ആയിട്ട് ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നെറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമായിരുന്നു. നെറ്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ആയിരുന്നു. ഈ ഒരു PSCക്ക് വേണ്ടിയിട്ട് ഫസ്റ്റ് ടൈം ആണ് ഇപ്പൊ ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. സയന്റിഫിക് ഓഫീസർ ബയോളജി എന്ന് പറയുന്നത് മനസ്സിലാക്കേണ്ട കാര്യം, നമുക്ക് PG കിട്ടാവുന്ന ഒരു ഗസറ്റ് റാങ്ക് ജോബ് തന്നെയാണത്. ഓക്കെ, അപ്പം ഞാൻ എപ്പോഴും ഇന്റർവ്യൂ ചോദിക്കുന്ന കാര്യമുണ്ട്. നമുക്ക് ഈ പഠിക്കുന്ന രീതി രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്ന് കൺഫർമേഷന് മുന്നും, 2 കൺഫർമേഷൻ ശേഷവും. ആ പഠന രീതി ഒന്ന് പറയാം. ഇതൊക്കെ ഞാൻ ചോദിക്കുന്നത് തൻവീറുടെ ഓൾറെഡി പഠിച്ചു, നല്ല റാങ്ക് നേടി, ജോലി കിട്ടും, അങ്ങനെ ഒരാൾ പറയുന്നത് ബാക്കിയുള്ള കുട്ടികൾക്ക് എന്തായിരിക്കണം? മോട്ടിവേഷൻ ആയിരിക്കണം. ഇന്റർവ്യൂ അത് തന്നെയാണ് ചോദിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം ഇതാണ്, ഈ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം, അതായത് കൺഫർമേഷന് മുന്നേയും പിന്നെയും അതാ പഠന രീതി ഒന്ന് പറയാമോ? ഞാൻ നോട്ടിഫിക്കേഷൻ വന്നപ്പോ മുതൽ ഈ ഒരു സയന്റിഫിക് ഓഫീസറിന് വേണ്ടി പഠിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനെ സിലബസ് നമുക്കറിയാം ഭയങ്കര വാസ്റ്റ് ആയിരുന്നു. അത് കംപ്ലീറ്റ് ചെയ്യാന്നുള്ള ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കുറച്ച് എന്തൊക്കെയോ പഠിക്കുന്നുണ്ടായിരുന്നു. ആക്ച്വലി കൺഫർമേഷന് ശേഷമാണ് ഞാൻ ഇരുന്ന് പഠിച്ചു തുടങ്ങിയെന്ന് പറയാം. കാരണം ഈ അതിനു മുമ്പ് ഈ പറഞ്ഞ പോലെ സിലബസിൽ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കുറേശ്ശെ പഠിക്കുമ്പോഴും ഇത്രയും സിലബസ് കംപ്ലീറ്റ് ചെയ്യുക എങ്ങനെയാണ്, അത് കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളൊരു ഇതുണ്ട്. പക്ഷെ അത് എങ്ങനെ കംപ്ലീറ്റ് ചെയ്യും? കാരണം അതിനുവേണ്ടി എക്സ്ട്രാ നോട്ട്സും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എഫേർട്ട് ഇടണമല്ലോ. അപ്പോൾ ഈ ഒരു കൺഫർമേഷൻ വന്നതിന് ശേഷമാണ് ആക്ച്വലി ഈ ഒരു ക്രാഷ് കോഴ്സിലാണ് ഞാൻ മാസ്റ്റർ കീയിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ക്രാഷ് കോഴ്സിൽ ഒരു 1.5 മന്ത് അത്രേ ഉണ്ടായിട്ടുള്ളൂ. അതിനു മുമ്പ് ഒരു വെബിനാർ ഒക്കെ ഉണ്ടായിരുന്നു. അവര് ഈ ഒരു സിലബസ് കംപ്ലീറ്റ് ചെയ്തു തരും എന്ന് ഒരു ഉറപ്പായ ഒരു വെബിനാറിൽ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു ഇതിൽ ജോയിൻ ചെയ്തതാണ്. അപ്പൊ ജോയിൻ ചെയ്തപ്പോൾ ആക്ച്വലി കൺഫർമേഷൻ ശേഷം ആ ഒരു 1.5 മന്ത് ആണ് ശരിക്കും ഇരുന്നതെന്ന് പറയാം. കാരണം കംപ്ലീറ്റ് നോട്ട് തന്നിട്ടുണ്ടായിരുന്നു. അത്രയും വാസ്റ്റ് സിലബസ് കംപ്ലീറ്റ് നോട്ട് തരുന്ന ഞാൻ വിചാരിച്ചിരുന്നില്ല. അപ്പൊ അത്രയും കംപ്ലീറ്റ് നോട്ട് തന്നിട്ടുണ്ടായിരുന്നു. ആ കംപ്ലീറ്റ് ക്ലാസ്സും എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോ നമ്മള് പഠിക്കാൻ ഉദ്ദേശിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കുറച്ച് ടൈമാണ് എടുക്കുന്നത് നമ്മൾ പഠിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുള്ളെങ്കിലും ആ ടൈം ഫുൾ എഫേർട്ട് ഇടാൻ തയ്യാറാണെങ്കിൽ എല്ലാ സപ്പോർട്ടും ഉണ്ടായിരുന്നു. കാരണം നോട്ട്സും ബാക്കി ക്ലാസ്സൊക്കെ കംപ്ലീറ്റ് ഉണ്ടായിരുന്നു സിലബസിന്റെ. അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ക്ലാസ് ഹെൽപ്പ് ചെയ്തു എന്നാണ് ഈ പറയാം. അപ്പൊ കൺഫർമേഷന് ശേഷം എക്സാം വരെയാണ് ഇരുന്നത്. പിന്നെ ഈ ഒരു ക്ലാസ്സിനൊപ്പം തന്നെ ഡെയിലി എന്താണ് ഓരോ ദിവസം എക്സാം, അതിന്റെ കൂടെ റാങ്ക് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ പഠിക്കുന്നതിന്റെ ഒപ്പം എവിടെയാണ് നമ്മൾ ഉള്ളതെന്നുള്ളത്, ആ ഒരു റാങ്ക് എവിടെയാണ്, പിന്നെ എന്തൊക്കെ ഇമ്പ്രൂവ് ചെയ്യണം എന്നുള്ളൊരു ഐഡിയയും കൂടി അതിന്റെ കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു.
പിന്നെ ഏതെങ്കിലും ഇപ്പൊ നമ്മൾ സിലബസിൽ തന്നെ നോക്കുമ്പോൾ ഏതെങ്കിലും ഒരു പോർഷൻ അവർ ക്ലാസ് എടുത്തിട്ടില്ല നമ്മൾ പറയുമ്പോൾ അപ്പൊ തന്നെ റെസ്പോണ്ട് ചെയ്യും, ഇപ്പൊ തരാം നോട്ട്, അല്ലെങ്കിൽ ഇപ്പൊ ക്ലാസ് ഇത് ഇപ്പൊ തന്നെ അപ്ലോഡ് ചെയ്യാന്ന് റെസ്പോൺസും തരാറുണ്ട്. അതപ്പൊ തന്നെ അപ്ലോഡ് ചെയ്യാനുള്ള അവർ ട്രൈ ചെയ്യാറുണ്ട്. അപ്പൊ അതുകൊണ്ട് അവരുടെ ഭാഗത്തു നിന്നും ആ ഒരു എഫേർട്ട് ഉണ്ടായെന്ന് എനിക്ക് പറയാൻ പറ്റും. പിന്നെ എക്സാമിന് ഒരു ലാസ്റ്റ് ഒരു 1-2 ഡേയ്സ് മുമ്പായിട്ട് ഇങ്ങനെ ഒരു എല്ലാ പോർഷൻസിന്റെ ഒരു റിവിഷൻ പോലെ ഒരു PDF ആയിട്ട് എല്ലാ ക്വസ്റ്റ്യൻസും ഇൻക്ലൂഡ് ചെയ്തിട്ട് PDF വരാറുണ്ടായിരുന്നു. അപ്പൊ അത് ആക്ച്വലി ഒരു റിവിഷൻ പോലെയായിരുന്നു, ലാസ്റ്റ് മിനിറ്റ് റിവിഷൻ പോലെയായിരുന്നു. അപ്പൊ അതും എന്ത് ചെയ്തിട്ടുണ്ട്, ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്ന് പറയാം. അപ്പോൾ ആ കൺഫർമേഷന് ശേഷം ആ ഒരു 1.5 മന്ത് ആ ഒരു ഡെയിലി സ്റ്റഡി പ്ലാൻ അനുസരിച്ച് തന്നെയാണ് ഞാൻ ഇരുന്നിട്ടുള്ളതെന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഇത് എനിക്ക് തോന്നുന്നത് ഇത് കാണുന്ന ആൾക്കാർക്ക് ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഇദ്ദേഹം കണ്ടതിന് ശേഷമാണ് നന്നായിട്ട് പഠിച്ചു തുടങ്ങിയത്. പക്ഷെ എനിക്ക് തോന്നുന്നു അതിനേക്കാൾ മുന്നേ കുറച്ച് ഉണ്ടായിരുന്നുവെങ്കിൽ കുറച്ചുകൂടി ബെറ്റർസ് ഉണ്ടായേനെ. എങ്കിലും നിങ്ങൾ ഇത് പോസിറ്റീവായിട്ട് തന്നെ കാണുകയാണ്. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട എനിക്ക് തോന്നുന്ന കാര്യം ഈ അവസാന നിമിഷം ഒരു നിങ്ങൾക്ക് എല്ലാം കൂടെ ഞാൻ എന്റെ കറക്റ്റ് മൈൻഡ് ചെയ്യാൻ പറഞ്ഞുതരാം. ഒരു അവസാനത്തെ ഒരു 10-15 ദിവസം മുമ്പ് വരെ വീഡിയോ പലരും കാണത്തില്ല. കാര്യം അവർക്ക് വീഡിയോ കണ്ട് സമയം കളയുന്നത് വരും. അപ്പോഴാണ് ഞാൻ ചിന്തിച്ചെന്താണ്, നിങ്ങൾക്ക് മാക്സിമം ക്വസ്റ്റ്യൻസ് തന്നാൽ PDF രൂപയുടെ മാക്സിമം ക്വസ്റ്റ്യൻ അത് വായിക്കും. അത് വലിയ ക്വസ്റ്റ്യൻ ഞാൻ എല്ലാ പരീക്ഷകളും ചെയ്യുന്നുണ്ട്. പലരും റാങ്ക് ഫയൽ ഇറക്കുന്നുണ്ട്. കാര്യം എന്താ, ഈ റാങ്ക് ഫയലും അതിന്റെ ഷോർട്ട് നോട്ടോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബസ്സിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ എക്സാം ഹാളിൽ ചെല്ലുമ്പോഴോ ഒക്കെ നിങ്ങൾ റിവിഷൻ ചെയ്ത് നോക്കും. അപ്പൊ അതെനിക്കത് ബയോളജി ഒരുപാട് പ്രയോജനപ്പെട്ടു. ഇപ്പൊ പല കുട്ടികളും പറഞ്ഞു കേൾക്കാം, സാറേ ഞങ്ങൾ എക്സാം ഹാളിലോട്ട് ചെല്ലുമ്പോൾ മാസ്റ്റർ കേക്കാട് പ്രിന്റ് വെച്ച് പഠിക്കുന്ന കണ്ടായിരുന്നു, ബസ്സിൽ ട്രാവൽ ചെയ്തപ്പോൾ മാസ്റ്റർ കേട്ട് പ്രിന്റ് വെച്ച് പഠിക്കുന്ന കണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഞങ്ങൾക്ക് കേൾക്കുമ്പോൾ ഭയങ്കര സമാധാനമുണ്ട്, സന്തോഷമുണ്ട്. കാര്യം നമ്മുടെ സമയത്ത് വിശ്വസിച്ച് ചെയ്തവർ പഠിക്കുന്നുണ്ടല്ലോ, ഇത് വലിയ കാര്യം തന്നെയാണ്. ഈ റിസൾട്ട് വന്നപ്പോൾ ഞാൻ ചിൻസാറ് പറഞ്ഞു, ചിൻസാറിന്റെ കോർഡിനേറ്റർ ഇതിന്റെ ഫുൾ ക്രെഡിറ്റ് സാറിനുള്ളതാണ്, സാറാണ് എല്ലാ കാര്യങ്ങളും ചെയ്തത്. അപ്പോൾ സാറിന് പറഞ്ഞ കാര്യം ഇതാണ്, 10-ൽ 5 പേര് നമ്മൾ നേടുന്ന വലിയ കാര്യം തന്നെയാണത്. എനിക്ക് തോന്നുന്നു അതിലെനിക്ക് അധികം കുട്ടികൾ മറ്റു പല കോഴ്സുകൾ ഓൾറെഡി പർച്ചേസ് ആൾക്കാർ തന്നെയാണ്. അപ്പൊ നമുക്ക് ഈ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുമ്പോൾ നോക്കുമ്പോൾ അറിയാം ഏതൊക്കെ ഗ്രൂപ്പ് അറിയാൻ പറ്റും. അപ്പൊ അങ്ങനെ എനിക്ക് നേരത്തെ മറ്റേ പല കോഴ്സിൽ പിടിച്ചവരാണ് ഇതിൽ വന്നു വലിയ വിജയം നേടി. അപ്പോൾ ഇത് വലിയ ഒരു സന്തോഷമുള്ള കാര്യം തന്നെയാണ്. അടുത്തത് ഇന്റർവ്യൂ എങ്ങനെ ഉണ്ടായിരുന്നു? ഇന്റർവ്യൂ സെക്ഷൻ, ഇന്റർവ്യൂ ക്ലാസ്സുകളൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ. അതും ഇന്റർവ്യൂവിന്റെ കാര്യം ഒന്ന് എടുത്ത് പറയേണ്ടതാണ്. കാരണം എന്ന് വെച്ചാല് ഇന്റർവ്യൂ ഞാൻ ആദ്യമായിട്ടാണ് ഒരു PSC ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഐഡിയ ഇല്ല. ബാക്കി വേറെ ഇന്റർവ്യൂസും അധികം ഒന്നും അറ്റൻഡ് ചെയ്തിട്ടില്ല, കുറച്ച് അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇന്റർവ്യൂ എങ്ങനെ അപ്രോച്ച് ചെയ്യണം, അതിനകത്തുള്ള A to Z കാര്യങ്ങൾ 2-3 ക്ലാസ്സുകളായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്റർവ്യൂവിന് പോകുമ്പോൾ മെയിൻ ആയിട്ട് എനിക്ക് തോന്നുന്നു ഒരു കോൺഫിഡൻസ് ആണ് ആദ്യം വേണ്ടത്. നമുക്ക് ഇപ്പൊ എന്തൊക്കെ അറിയാന്ന് പറഞ്ഞാലും അത് കോൺഫിഡൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ ഇന്റർവ്യൂവിന് ഒരു ഇതുണ്ടാവില്ല. അപ്പൊ ഒരു കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ പ്ലസ് സബ്ജക്ട് രണ്ടും നന്നായി ക്ലാസ് എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് ഇന്റർവ്യൂയുടെ എനിക്ക് തോന്നുന്നു 2 ദിവസം മുമ്പ് വരെയും നിങ്ങൾക്ക് ഇനിയും വേണോന്ന് ചോദിച്ചിട്ട് ഒരു ക്ലാസ്സും കൂടെ ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ലാസ്റ്റ് ടൈമിൽ വെച്ച ക്ലാസ്സും അപ്പൊ പോകുന്നതിന് മുമ്പ് ഒന്നും കൂടെ ഒരു കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തു. ഇന്റർവ്യൂ മാക്സിമം ഒരു എല്ലാ ഡൗട്ട്സും ഒരുവിധം ക്ലിയർ ചെയ്തു, സബ്ജക്റ്റും പ്ലസ് ജനറൽ എല്ലാ കാര്യങ്ങളും. ഇന്റർവ്യൂവിന് അത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു, ഒരു കോൺഫിഡൻസ് ഇംപ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തു ഇന്റർവ്യൂ നമുക്ക് ക്ലാസ്സസ്. ഇന്റർവ്യൂ പറ്റി ഒരു ഐഡിയ ഉണ്ടല്ലോ. അപ്പൊ നമുക്കറിയാം സബ്ജക്ട് എക്സ്പേർട്ട് എന്തായാലും കാണും. ഒരു സുവോളജി മെയിൻ ഒരാൾ കാണും, ബോട്ടണി മെയിൻ ഒരാൾ കാണും, സബ്ജക്ട് എക്സ്പേർട്ട് കാണും. ഞങ്ങളുടെ ഈ പരിപാടി ഇന്റർവ്യൂവിന് വരുന്ന എല്ലാവരും ഓൾറെഡി കോഴ്സ് കട്ടായി കാണും. നമ്മൾ എക്സാമിന് ക്ലാസ് കൊടുക്കത്തുള്ളൂ. ഇന്റർവ്യൂ വരുന്ന എല്ലാവർക്കും വീണ്ടും നമ്മൾ ക്ലാസ് കൊടുക്കും. എന്നിട്ട് ഈ ഇന്റർവ്യൂ ക്ലാസ് നമ്മുടെ ഇന്റർവ്യൂ സാർ എടുക്കുന്ന ക്ലാസ്സുകൾ ആഡ് ചെയ്യും. കാര്യം ഇതറിയാവോ, അവർക്ക് ചിലർക്ക് ഭയങ്കര ടെൻഷൻ, ചിലർക്ക് ഭയങ്കര ടെൻഷൻ. അപ്പൊ ഈ ക്ലാസ്സിൽ വീണ്ടും വീണ്ടും കാണും, കുറച്ചുകൂടി ബൂസ്റ്റപ്പ് ആവും, ആ ടെൻഷനൊക്കെ മാറി കോൺഫിഡന്റ് എക്സാം പോവാറുണ്ട് പലരും. അങ്ങനെ ഞങ്ങൾ ചെയ്യുന്നത് നമ്മുടെ ഇന്റർവ്യൂ ക്ലാസ് കഴിയുന്നു, അതിനുശേഷം അതിന്റെ റെക്കോർഡ് വേർഷൻ നമ്മുടെ ഗ്രൂപ്പിൽ സോറി നമ്മുടെ ആപ്പിൽ ആഡ് ചെയ്യുന്നു, അത് വീണ്ടും വീണ്ടും കാണാൻ പറ്റും. അടുത്തൊരു ചോദ്യം, ഈ ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ ഞാൻ ചോദിക്കുന്നുണ്ടെങ്കിൽ ഉദ്യോഗാർത്ഥി ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ചോദ്യങ്ങളാണ്. എത്ര മണിക്കൂർ ഒരു മണിക്കൂർ ഒരു ദിവസം പഠിക്കുമായിരുന്നു കൺഫർമേഷൻ ശേഷം? ടൈം എത്ര മണിക്കൂർ പഠിക്കും നോക്കിയിട്ടില്ല, പക്ഷെ നമുക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യാന്നൊഴികെ ബാക്കിയുള്ള സമയം മുഴുവൻ പഠിക്കായിരുന്നു. അത് ഓക്കെ ഓക്കെ അത് അത് ഓരോ ദിവസം ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പക്ഷെ അത് വേറെ ഒരു കാര്യത്തിലും ഇൻവോൾവ് ആവാതെ, ഇപ്പൊ ഡെയിലി നമ്മൾ കഴിക്കുന്ന ഭക്ഷണം കഴിക്കുന്ന ബാക്കി ഉള്ള കാര്യങ്ങളല്ലാതെ ബാക്കി ഒന്നിനും ടൈം സ്പെൻഡ് ചെയ്യാതെ ബാക്കിയുള്ള ടൈം മുഴുവൻ ഇരുന്ന് പഠിക്കുമായിരുന്നു. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഒരു വർക്കിംഗ് വ്യൂമൺ ആയിരുന്നുവെങ്കിൽ ഈ 4 റാങ്ക്സ് നേടാൻ സാധിക്കുമായിരുന്നു? എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കഴിയുമായിരുന്നു എന്നുള്ള ഡൗട്ടാണ്. കാരണം ഞാൻ ഓൾറെഡി വർക്കിംഗ് ആയിരുന്നു. ഞാൻ വർക്കിംഗ് ആയിരുന്നു. അപ്പോ ഗസ്റ്റ് ലെക്ചർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ചാലക്കുടി സേക്രഡ് ഹാർട്ട് കോളേജിൽ.
അപ്പോൾ ഞാൻ ഈ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ മുതൽ ഇത് എഴുതിയെടുക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഉള്ളത് കൊണ്ട് എനിക്ക് വർക്കിംഗ് പ്ലസ് ഇത് പറ്റില്ല എന്ന് എനിക്ക് തോന്നി. ഇത് രണ്ടും കൂടെ പഠിക്കാനായിട്ട് ബുദ്ധിമുട്ടാവുമെന്ന് തോന്നിയോണ്ട് ഞാനത് ഡ്രോപ്പ് ചെയ്തു. എന്നിട്ടാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ടിരുന്നത്. വർക്കിംഗ് പ്ലസ് ഇത് എനിക്ക് അത് പറ്റില്ല എന്നാണ് എനിക്ക് തോന്നിയത്. ഞാൻ അതിനോട് യോജിക്കുന്നത് ഞാൻ എപ്പോഴും നമ്മൾ തന്നെ ഈ MBBS യോഗ്യതയുള്ളവർക്ക് ക്ലാസ് അതിന്റെ കോഴ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ വലിയ നമ്മൾ ഒരുപാട് സിലബസ് കവർ ചെയ്യുന്ന പല കോഴ്സും ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ എപ്പോഴും പറയും, നിങ്ങൾ എക്സാമിന് ഒരു മാസം മുമ്പ് ലീവ് എടുക്ക്. ലീവ് ഇതേന്ന് പറയുന്നത് ജോലി കിട്ടും. അപ്പൊ പലർക്കും പല വിരോധമാണ്. ആ കുട്ടിക്ക് ജോലി കിട്ടിയത് ജോലിക്ക് ഉണ്ടാണല്ലോ. എല്ലാം ഒരേ കണക്ക് വരുന്നില്ല. ഒരേ കണക്കുള്ള വർക്ക് ചെയ്യുന്നതൊക്കെ ഒരേ മൈൻഡ് ആവണമെന്നില്ല. ഞാൻ പറഞ്ഞു, എന്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണ്, അവസാനം ഒരു മാസമെങ്കിലും കൃത്യമായിട്ട് വീട്ടിൽ അല്ലെങ്കിൽ എവിടെയായാലും പോയി പഠിച്ച് കൃത്യമായിട്ട് പഠിച്ചാൽ മാത്രമേ എന്തുണ്ടാവത്തുള്ളൂ, ഉയർന്ന റാങ്ക് കിട്ടാൻ പറ്റത്തുള്ളൂ. എസ്പെഷ്യലി ഒരു പെൺകുട്ടിയാവുന്ന സ്ഥിതിക്ക് ഫാമിലി കൊണ്ട് കുട്ടികളെ നോക്കണം, സ്കൂളിൽ വിടുന്ന ഒരുപാട് കുറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ കാണും. കുട്ടികൾക്ക് ഒരു പനി വന്നാൽ പോലെ ടെൻഷനായിട്ട് ബാധിക്കുന്നത്. പക്ഷെ ഈ ഒരു ലക്ഷ്യം നമുക്ക് ഉണ്ട് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റും. അടുത്തൊരു ചോദ്യം വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഡെയിലി പഠിക്കുന്ന കാര്യം പറഞ്ഞു, ശേഷം വർക്കിംഗ് ഒന്നും അല്ല, നമുക്ക് സെൽഫായിട്ട് ഇതിനെ നേടണം ആഗ്രഹിച്ചു. ഇനി ഞാൻ പറയാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ളത്, നാളെ അടുത്തൊരു സയന്റിഫിക് ഓഫീസർ ബയോളജി വരുന്നു. അപ്പൊ ഒരു കുട്ടിക്ക് MSc സുവോളജിയോ ബോട്ടണിയോ കഴിഞ്ഞ കുട്ടിക്ക് അത് പഠിക്കണം, നേടണം. അതിന് എന്തൊക്കെയാണ് ഒരു സജഷൻ രീതി പറയാൻ പറ്റുന്നത്? ഓക്കെ, ഇത് നമ്മള് ഫ്രഷ് ആയിട്ട്, അതായത് സബ്ജക്റ്റുമായിട്ട് ഒരുപാട് നാൾ ടച്ച് ഇല്ലാതെ നിൽക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ വരുന്ന സ്റ്റാർട്ടിങ് തുടങ്ങി പഠിക്കുന്നതായിരിക്കും നല്ലത്. ഞാൻ സ്റ്റാർട്ടിങ് തുടങ്ങി ഇതിനു വേണ്ടി ഇരുന്നിട്ടുണ്ട്. പക്ഷേ കുറച്ചാളായിട്ട് നെറ്റിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നത് കൊണ്ട് ആ ഒരു സബ്ജക്റ്റ് എനിക്ക് ടച്ച് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ ഒരു കൺഫർമേഷൻ വന്നതിന് ശേഷം ലാസ്റ്റ് ഒരു 1 മന്ത് ഇരുന്നിട്ടും എനിക്ക് അതിൽ ഇൻവോൾവ് ആവാനും അത് കംപ്ലീറ്റ് ചെയ്യാനും പറ്റിയത്. അപ്പൊ അതുകൊണ്ട് ഈ സബ്ജക്റ്റായിട്ട് കുറച്ച് ആളായിട്ട് ഒരു ഗ്യാപ്പ് വന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടിങ് തൊട്ട് പഠിക്കാനായിരിക്കും നല്ലത്. കാരണം അത്രയും കോമ്പറ്റീഷൻ ഉണ്ട്. കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ കുട്ടികൾ എല്ലാവരും എഫേർട്ട് എടുത്ത് പഠിക്കുകയാണ്. എല്ലാവരും എഫേർട്ട് എടുത്ത് പഠിക്കുമ്പോൾ അപ്പൊ അത്രയും കോമ്പറ്റീഷൻ വരുമ്പോൾ നമ്മൾ ഒട്ടും ടച്ച് ഇല്ല എന്നുണ്ടെങ്കിൽ ലാസ്റ്റ് 1 മന്ത് ഇരുന്നാൽ സെറ്റ് ആവില്ല എന്ന് തോന്നുന്നു. അങ്ങനെ അല്ലാത്തവര് ഫസ്റ്റ് സ്റ്റാർട്ടിങ് തൊട്ടേ കറക്റ്റ് ആയിട്ടൊരു സ്റ്റഡി പ്ലാൻ വെച്ചിട്ട് പഠിച്ചാൽ തന്നെയാണ് ആ ഒരു ഇത് കിട്ടുക, അല്ലെങ്കിൽ ആ ഒരു കോമ്പറ്റീഷന് നമുക്ക് വിൻ ചെയ്യാൻ പറ്റുക. ഞാൻ ചോദിക്കാൻ ഉദ്ദേശിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു പെൺകുട്ടി എന്ന നിലയിൽ, കാര്യം എനിക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റി എന്ന നിലയിൽ ഞാൻ ചോദിക്കാൻ ഉദ്ദേശിച്ച ചോദ്യങ്ങളെല്ലാം കഴിഞ്ഞു. ഒന്ന്, എത്ര മണിക്കൂർ പഠിക്കുമായിരുന്നു, കൺഫർമേഷൻ മുന്നെയാണോ ശേഷമാണോ പഠിച്ചു തുടങ്ങിയത്, ഇനിയുള്ള കുട്ടികളുടെ ഉപദേശമൊക്കെ അതെല്ലാം കഴിഞ്ഞു. ഇനി ഫാമിലിയുടെ കാര്യം പറഞ്ഞു നമുക്കൊന്ന് വൈൻഡപ്പ് ചെയ്യാം. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടില് 2 മക്കളുണ്ട് എനിക്ക്. ഒരാള് grade 2 പഠിക്കുന്നു, ഒരാള് UKG പഠിക്കുന്നു. ഹസ്ബൻഡ് പുറത്താണ്, നാട്ടിലില്ല. പിന്നെ വീട്ടില് ഉമ്മ ഉണ്ട്, വാപ്പ ഉണ്ട്, ഹസ്ബൻഡിന് അനിയനുണ്ട്. അപ്പൊ എല്ലാവർക്കും വളരെ സന്തോഷമായ റിസൾട്ട് അറിഞ്ഞപ്പോൾ തന്നെ അതെ അതെ, സന്തോഷം. എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ സയന്റിഫിക് ഓഫീസ് ഡോക്യുമെന്റ്സിലും തോമസ് കുട്ടിക്കാണ് 4ാം റാങ്ക് കിട്ടിയത്. പുള്ളിക്ക് 2 വയസ്സ് ആയിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് ഇതിന് 2 വയസ്സായിട്ടുണ്ട്. അപ്പൊ എനിക്ക് പ്രാർത്ഥിക്കാനുള്ളത്, എത്രയും പെട്ടെന്ന് നിങ്ങളുടെ വേക്കൻസി വാർഡ് ക്രിയേറ്റ് ആകട്ടെ. ഫസ്റ്റ് അഡ്വൈസ് തന്നെ ഒന്നിച്ച് അഡ്വൈസ് വന്നിട്ട് നമ്മുടെ കുട്ടികൾക്കെല്ലാം ജോലി കിട്ടട്ടെ എന്ന്. ഇനി ഒരു കാര്യം പറയാം, ഇനി പോകുന്ന മേഖലയിൽ സയന്റിഫിക് ഓഫീസർ ഫോറൻസിക് ഗസറ്റഡ് റാങ്കാണ്, ഒരു വലിയ പോസ്റ്റാണ്. ആ മേഖലയിൽ മാക്സിമം എഫോർട്ട് എടുത്ത് നമ്മളാൽ കഴിയുന്ന ബെസ്റ്റ് കൊടുക്കാൻ പറ്റണം. നാളെ ഒരാൾ പോലും നമ്മൾ മോശമാണെന്ന് പറയുന്നത്, നമ്മൾ PG വരെ പഠിച്ചത് മാത്രമേ ഉള്ളൂ, അക്കാഡമിക്സ് മാത്രമേ ഉള്ളൂ, പ്രൊഫഷണൽ കുളത്തിൽ എന്ന് പറയാൻ ഒരിക്കലും ഇടയുണ്ടാവരുത്. നമ്മൾ സ്ട്രോങ് ആകുക, നമ്മൾ ഏറ്റവും സ്മാർട്ടായിട്ട് വർക്ക് ചെയ്യുക, ഏറ്റവും ഹാർഡ് വർക്ക് ചെയ്യുക. അങ്ങനെ എല്ലാവിധ ആശംസകളും തരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.